കേരളം ഞെട്ടുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനമുള്ള ഒരാൾ BJPയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി വരെ വന്നു. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ കണ്ണൂരിൽ ഇല്ലാതാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ പിന്മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൈസ എടുത്തു തരികയല്ല, പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുന്നു. ഏത് വാങ്ങില്ല. ഒരു പ്രശ്നമില്ല. ഇവിടെ വലിയ വലിയ ഭൂമി കച്ചവടങ്ങൾ നടക്കുന്ന നാടാണ്. 10 ഏക്കറയും 20 ഏക്കറയും ഒക്കെ ഉള്ള ആളുകൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നാടാണ്. എൻ്റെ ഒരു തുണ്ട് ഭൂമി ഞാൻ പൊതുപ്രവർത്തി ആയതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ എന്ത് കോലാഹലം ഉണ്ടാക്കിയാലും ഈ നാണം കെട്ടവന് 1 രൂപ പോലും ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ തൻ്റെ ഇടം. അവൻ ആ സ്ഥലം വാങ്ങിയിരിക്കണം. 3 പതിറ്റാണ്ടായി പൊതുപ്രവർത്തനം നടക്കുന്ന ആൾക്ക് ഒരു തുണ്ട് ഭൂമി വെക്കാൻ അവകാശമില്ലേ? അങ്ങനെയൊന്നുമില്ല. ഭൂമി നോക്കൂ, ഭൂമി വേറെ ആർക്കെങ്കിലും വിൽക്കാനല്ല. ഈ ഭൂമി ഇയാൾ വാങ്ങാമെന്ന് പറഞ്ഞത് തന്നെ അവിടെ ഒരു ടെമ്പിൾ കെട്ടിയിട്ട് അയാൾ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനം ചെയ്യുകയാണ്. എൻ്റെ 4 കുട്ടികൾ വടക്കാഞ്ചേരിയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ്. ആ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 4 പേർക്കും കൂടിയിട്ട് അയാൾ വീണ്ടും പറഞ്ഞ കഥ അതെയാണ്. 4 പേർക്കും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയുള്ള കുട്ടികളെല്ലാം ദത്തെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ചെറിയ 3 സെന്റ് സ്ഥലത്ത് വീട് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആഗ്രഹക്കാരനാണ്. അപ്പോൾ എനിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ള IBയുടെ റിപ്പോർട്ട് വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർക്ക് കേരളത്തിൽ പിണറായി വിജയൻ ത്രൂ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൂടാതെ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട്. ആ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അവരുടെ കമ്മിറ്റികൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെതിരെ ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അത് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പേര് പോലും ദല്ലാൽ എന്ന് കേരളം ചാർത്തിക്കൊടുത്തിട്ടുള്ള ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പത്രസമ്മേളനം, അതൊരു നിഴലിൽ, സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ആ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. അതിശക്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതുപോലെ തന്നെ ഒരു വ്യാജ ഓഡിയോ എനിക്കെതിരെ ഇറക്കുകയുണ്ടായി. ഈ വ്യാജ ഓഡിയോയിൽ സംസാരിക്കുന്നത് പിന്നീട് ഞാൻ കണ്ടുപിടിച്ചു, ഇയാളുടെ ശബ്ദം എനിക്കറിയില്ല, വ്യാജ ഓഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തിയെ എനിക്കറിയില്ല. വ്യാജ ഓഡിയോക്കകത്തുള്ള 2 വ്യക്തികൾ എനിക്ക് പരിചയമുണ്ട്, ഒരാളെ എനിക്ക് പരിചയമില്ല. ഒരു 2 മാസക്കാലം അന്വേഷിച്ചതിന് ശേഷം എനിക്ക് അയാളെ പിടുത്തം കിട്ടി. അയാളുടെ പേര് മനസ്സിലായി. അയാളുടെ പേര് പാലക്കാട്ടുകാരൻ ഐസക്കാണ്. ഐസക് അവിടെ വലിയ ഒരു മാള് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐസക് എന്ന് പറയുന്ന ആൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ ചില വിഷയങ്ങളിൽ ഇടനിലക്കാരനായി വർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ആരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാള്, പാലക്കാടിലെ വലിയ മാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐസക് എന്ന് അന്വേഷിച്ചാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പോൾ എന്നെ നേരിട്ട് ഒരിക്കൽ പോലും കാണാത്ത ഐസക് ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വേറെ ആരോടോ സംസാരിക്കുന്നതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ധാരാളം അതിൽ ഓഡിയോ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായി. ആ ഓഡിയോ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലാണ് വന്നത്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ വന്ന ഈ ഓഡിയോ പല വീടുകളിലേക്കും എത്തിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായ സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി.